അമ്മ മലയാളത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ഹയർ സെക്കൻഡറി വിഭാഗം കഥാരചനാ മത്സരം. പങ്കെടുത്ത മുഴുവൻ പേരും എ ഗ്രേഡോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കുട്ടിക്കഥ എഴുത്തുകാരുടെ സർഗാത്മക നിമിഷങ്ങളിലൂടെ ഒരു സഞ്ചാരം. സായന്തന വെയിലിന് കൂടുതൽ തിളക്കം. അതിങ്ങനെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള കഥാരചനാ മത്സരം നടക്കുന്ന രാമപുരം പുഴയിൽ വീണ് ചിതറുന്നുണ്ട്. 14 ജില്ലകളിൽ നിന്നുള്ള 14 കുട്ടിക്കഥ എഴുത്തുകാർക്ക് മുമ്പിലേക്ക് കഥയുടെ വിഷയമെത്തി. വേഗത്തിൽ നീങ്ങുന്ന ഘടികാര സൂചി. ഇത് കേട്ടപ്പോൾ ഓരോ കുട്ടികളിലും ഏതൊക്കെ ചിന്തകളാകും കടന്നുപോയിട്ടുണ്ടാവുക. അതിൽ ക്ലോക്കിലെ ഏത് സമയമായിരിക്കാം അവരുടെ മനസ്സിൽ നിശ്ചലമായിട്ടുണ്ടാവുക. കടന്നുപോയ കുഞ്ഞു ജീവിതത്തിന്റെ ഏത് വിനാഴികയിലായിരിക്കും അവർ കൊളുത്തിയിട്ടുണ്ടാവുകയെന്ന് ആലോചിച്ച് ഞങ്ങൾ പുറത്തു നിന്നു. 14 പേപ്പറുകളിൽ 14 പേനകൾ, 14 ചിന്തകളുടെ അക്ഷരക്കൂട്ടങ്ങൾ കോറിയിടുന്നതിനിടെയാണ് ഞാനത് കണ്ടത്. ദേ, അവരുടെ കഥാപാത്രം അവർക്ക് മുമ്പിൽ തന്നെയുണ്ട്. ഹൃദയമിടിപ്പിന്റെ ശബ്ദവുമായി നിലയ്ക്കാത്ത ഒരു സൂചി. അത് പറയുന്നുണ്ടാകും, മക്കളെ, ഇതാണ് നിങ്ങളുടെ നേരം. സൂചിയും എഴുത്തും വേഗത്തിൽ നീങ്ങുന്നതിനിടെ പുറത്ത് വെയിൽ മാഞ്ഞു. മക്കളെഴുത്തിന്റെ ആകാംക്ഷയിൽ അധ്യാപകരും രക്ഷിതാക്കളും കാത്തു നിൽക്കുന്നുണ്ട്. മത്സരത്തിന്റെ കാലക്രമത്തെ ഒറ്റ നിമിഷത്തിൽ രേഖപ്പെടുത്തി വീണ്ടും സൂചി നീങ്ങിത്തുടങ്ങി. കഥയെഴുത്തൊഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്കും. ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലത്തിനെല്ലാം ഉണക്കാൻ പറ്റും, നീങ്ങുന്ന സമയത്തിനൊപ്പം ഓടിയെത്താൻ ഒരുപാട് വിഷമിക്കുന്ന മനുഷ്യരുണ്ട്. അതായത് സമയം ആരെയും കാത്തു നിൽക്കില്ല എന്നാണല്ലോ പറയുക. പക്ഷേ എങ്കിലും എന്താ പറയുക, മുറിവേറ്റ ഹൃദയം കൊണ്ട് നീങ്ങുന്നവർ എത്രയൊക്കെ ആയാലും സമയത്തിൻ്റെ സൂചികനേക്കാളും ഒച്ചയുണ്ടല്ലോ നമ്മുടെ ഇടിക്കുന്ന ഹൃദയത്തിന്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ എഴുതിയത്. എഴുത്തുകാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈയിടെ അന്തരിച്ചുപോയ MT വാസുദേവൻ നായർ, സുഭാഷ് ചന്ദ്രൻ, KR മീരയുടെ വായിച്ചിട്ടുണ്ട്. ഇവരെല്ലാം എനിക്കിഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം കാലവും മഞ്ഞും. പ്രിയപ്പെട്ട MT, നിങ്ങൾക്ക് മരണമില്ല. ഈ കുട്ടികളിലൂടെ അങ്ങയുടെ വാക്കിന്റെ നിളാനദി ഇനിയും ഒഴുകും, നിലയ്ക്കാത്ത ഘടികാര സൂചി പോലെ. ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ MG മഞ്ജുഷിനൊപ്പം VSN ന്യൂസ് മലയാളം.